അധ്യക്ഷ, പ്രിയപ്പെട്ട ആർദ്ര മദർ, നാം എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർദിനാൾ തിരുമേനി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവ മക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോടൊപ്പം ഞാനുമായിരിക്കുന്നത്. ശതാബ്ദി നിറവിലായിരിക്കുന്ന ബഥനി സന്യാസ സമൂഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ലത്തീൻ സഭയും പ്രത്യേകിച്ച് ഞാൻ പറയും, എല്ലാവരും കൊല്ലം രൂപതയെന്ന് പറയുമ്പോഴും പുനലൂർ രൂപതയുമായിട്ട് വളരെയധികം ബന്ധമാണ് മലങ്കര സഭയ്ക്കുള്ളത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യം ഇപ്പോഴില്ല. ഏതായാലും 100 വർഷത്തെ ആ പ്രവർത്തന മേഖലയിലൂടെ വളരെയധികം സന്തോഷവും അഭിമാനവും കൊള്ളുന്ന സന്യാസിനി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെയും പുനലൂർ രൂപതയുടെയും ലത്തീൻ സഭയുടെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സാധാരണ എല്ലാവരും ക്ലാസ്മേറ്റ്സിനെ കുറിച്ചൊക്കെ അഭിമാനിക്കാറുണ്ട്, റൂംമേറ്റ്സിനെ കുറിച്ച് അഭിമാനിക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും മദർ ജനറലും റോം മേറ്റ്സാണ്. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിലാണ് റോമിൽ പോയതും. 1991 മുതൽ 96 വരെ മദറും അവിടെ പഠിക്കുകയായിരുന്നു, ഞാനും അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. കൂറുലോസ് പിതാവിനെ ഒന്നും മറന്നിട്ടില്ല. നമ്മുടെ ബാവ തിരുമേനിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ തെഡോഷ്യസ് തിരുമേനിയും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതുകൊണ്ട് തന്നെ മദറിൻ്റെ ഈ ഔദ്യോഗികമായ പദവിയിൽ ഇരുന്ന സമയത്ത് തന്നെ ഈ ശതാബ്ദി ആഘോഷം നടക്കുന്നതിനുള്ള സന്തോഷവും കൂടെ ഞാൻ അറിയിക്കട്ടെ. ശതാബ്ദി ആഘോഷത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, പ്രത്യേകിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനമാണല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ ഓർത്തത് മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായമാണ്. 25-ാം അധ്യായം എല്ലാ ക്രൈസ്തവരും എല്ലാ മനുഷ്യരും എന്നും ധ്യാനിക്കേണ്ട വിഷയമാണ്. 3 ഭാഗങ്ങളാണല്ലോ ആ അധ്യായത്തിലുള്ളത്. ആദ്യ ഭാഗം 10 കന്യകളുടെ കാര്യം പറയുന്നു. അതെ, ജാഗരൂകരായിരിക്കണം എന്ന വലിയ സന്ദേശം. കഴിഞ്ഞ 100 വർഷങ്ങളായി നമ്മുടെ ബഥനി സന്യാസിനി സമൂഹം തീർച്ചയായിട്ടും ജാഗരൂകരായിട്ട് പ്രവർത്തിച്ചു. ആ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ ഭാഗം വരുമ്പോൾ ലഭിച്ച താലന്തുകളെ വർദ്ധിപ്പിക്കുക എന്നതാണല്ലോ. തീർച്ചയായിട്ടും ഇവിടെ കണ്ട ആ നമ്മുടെ ആവിഷ്കരണം, നൃത്താവിഷ്കരണമാകട്ടെ, ഗാനാവിഷ്കരണമാകട്ടെ, ചിത്രീകരണമാകട്ടെ, എല്ലാത്തിലും കൂടെ തങ്ങൾക്ക് ലഭിച്ച ആ കഴിവുകളെ എപ്രകാരം ദൈവമഹത്വത്തിനു വേണ്ടി അവർ വളർത്തി എന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടെയാണ് ഈ ശതാബ്ദി ആഘോഷം. തീർച്ചയായിട്ടും അതിലും നമുക്ക് അഭിമാനിക്കാം. തങ്ങൾക്ക് ലഭിച്ച ആ താലന്തുകളെ കുഴിച്ചിടാതെ ഓരോ കാലഘട്ടത്തിനുമനുസരിച്ച് അവർ വളർത്തി, അതിൽ നമുക്ക് അവരെ അഭിനന്ദിക്കാം. 3-ാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, നന്മ ചെയ്യുക. അതായത് നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നന്മ ചെയ്യുക. തീർച്ചയായിട്ടും കർമ്മ പദ്ധതികളുടെ ആ ഒരു റിലീസിങ് ഇനാഗുറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരിമാർ കർമ്മപഥത്തിലേക്ക് നടന്നു നീങ്ങുന്നതിൻ്റെ സൂചനയാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോ കാലഘട്ടത്തിലും അവർ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാറാത്ത വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവർ മുന്നോട്ട് പോയി. ഇനിയും എന്നും ഒരാളായ, അതെ, ആദിയും അന്ത്യവുമായ, ഇന്നലെയും ഇന്നും എന്നും ഒരാളായ നാഥനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ ആ ചലനങ്ങളും സൂചനകളും മനസ്സിലാക്കിക്കൊണ്ട് കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ബഥനി കോൺഗ്രിഗേഷൻ്റെ ഈ കർമ്മ പദ്ധതി ഞാനിവിടെ റിലീസ് ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.